ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ഡേ ഇൻ മൈ ലൈഫായിട്ട് ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഷോർട്സൊക്കെ ഞാൻ അത്യാവശ്യം ഇപ്പോൾ ഇട്ട് തുടങ്ങുന്നുണ്ട്. എന്നാലും വീഡിയോസൊന്നും അങ്ങനെ കാര്യമായിട്ട് ഇട്ടിട്ടില്ല. കുറച്ച് ടൈലറിങ്ങിൻ്റെ വീഡിയോസ് മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ച് ഇന്നത്തെ വീഡിയോ അങ്ങനെ ആക്കിയിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ടോപ്പ് തയ്ച്ച് പകുതിയോളമായിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ഇരുന്നു. അത് കാരണം കൊണ്ട് പകുതിയോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്ലിറ്റും കൂടെ ഒന്ന് അടിക്കാനായിട്ടുള്ളൂ. കറക്റ്റ് ലെവലായിട്ട് സ്ലിറ്റ് ടോപ്പാണ് അടിക്കുന്നത്. അപ്പോൾ സ്ലിറ്റ് ടോപ്പിൻ്റെ കട്ടിങ് വീഡിയോ ഒക്കെ ഞാൻ കുറേ ഇതായിട്ട് വീഡിയോ തന്നെ ആയിട്ട് 2-3 ഇട്ടിട്ടുണ്ട്. സ്ലിറ്റ് ടോപ്പ് കട്ട് ചെയ്യാൻ ഏറ്റവും സിമ്പിളാണ്. നമ്മൾ അംബർല ഫ്രോക്കൊക്കെ വെട്ടുന്നതിനേക്കാളും സിമ്പിളായിട്ട് ഒരാൾക്ക് തന്നെ പെട്ടെന്ന് വെട്ടിയെടുക്കാൻ പറ്റുന്നൊരു ടോപ്പാണ് നമ്മുടെ സ്ലിറ്റിൻ്റേത്. അംബർല ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം മടക്കിയിടാനും ഒരാളെ ഹെൽപ്പ് നമുക്ക് വേണ്ടി വരും. അതായത് റൗണ്ട് വരയ്ക്കാനായിട്ട്, ലെങ്ത്ത് വരയ്ക്കാനായിട്ട്, അടിഭാഗം ലെങ്ത്തൊക്കെ എടുത്ത് വരയ്ക്കാനായിട്ട് ഒരാളുടെയും കൂടെ ഹെൽപ്പ് വേണ്ടി വരും. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് ആയാലും വെട്ടാം. നമ്മുടെ അളവുകളൊക്കെ എടുത്തിട്ട് കൃത്യമായിട്ട് എടുത്തിട്ട് വെട്ടാനായിട്ട് എപ്പോഴും പറ്റും. പിന്നെയും സ്റ്റിച്ചിങ് ആണ് ചിലവർക്ക് ഡൗട്ടൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഞാൻ മിക്ക ടോപ്പുകളുടെയും ഞാൻ ഇട്ടിട്ടുണ്ട്. സ്ലിറ്റിൻ്റെയും അതുപോലെ തന്നെ അംബർല ടോപ്പ് കട്ടിങ്ങും അതുപോലെ തന്നെ ബ്ലൗസിൻ്റെ കട്ടിങ്ങൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതന്നെ പ്രിൻസസ് കട്ട് വരുന്ന ബ്ലൗസിൻ്റെ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ വർക്ക് ചെയ്യുന്നതായാലും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന മെറ്റീരിയലൊക്കെ മേടിച്ച് ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ള വർക്കുകളും ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കാണാം കേട്ടോ. കണ്ടിട്ടില്ലാത്തവരൊക്കെ കാണാം. അപ്പോൾ ഇത് ഞാനൊരു 3/4 കൈ വെച്ചിട്ടാണ്. ഇത് അത്യാവശ്യം നല്ല റേറ്റ് കുറവുള്ള തുണിയാണ് കേട്ടോ. ഒരു 100 രൂപ ആ റേഞ്ചിലൊക്കെ വരുന്നൊരു തുണിയാണ്. അപ്പോൾ നമുക്കൊരു 100 രൂപ കൊണ്ട് ഒരു നല്ലൊരു ടോപ്പ് കിട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കാര്യമല്ലേ. നമുക്ക് വീട്ടിലിടാനും അതുപോലെ തന്നെ ജസ്റ്റ് ഇപ്പോൾ പുറത്തേക്കൊക്കെ ഒന്ന് പോകുമ്പോൾ അങ്ങനെ അടുത്തൊക്കെ പോകുമ്പോൾ ഇടാനായിട്ട് ഇതുപോലത്തെ ടോപ്പുകളാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് തയ്ച്ച് പഠിക്കാനായാലും നമ്മളിവിടെ അത്യാവശ്യം നല്ല റേറ്റ് കുറവുള്ള തുണികളൊക്കെ ഉണ്ട്. നമുക്ക് തന്നെ പുറത്തേക്ക് ഇടാം. ഇത്ര ഒരു 100 രൂപ 50 രൂപ കൊണ്ടൊക്കെ ഒരു ടോപ്പ് കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമില്ല. അപ്പോൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് എപ്പോഴും നല്ലതാണ് കേട്ടോ. സ്വന്തം ആവശ്യത്തിനുള്ള ഡ്രസ്സുകൾ തുന്നിയിടുകയും ചെയ്യും. നമുക്ക് പുറത്തേക്ക് ഭാവിയിൽ തുന്നി കൊടുക്കുകയും ചെയ്തതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ടൈലറിങ് പോയി പഠിക്കാൻ പറ്റാത്തവർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ടൈലറിങ് ജസ്റ്റ് നമുക്കൊരു വീഡിയോ ഒക്കെ കണ്ട് പഠിക്കാവുന്ന അത്ര സിമ്പിൾ തന്നെയാണ്. നമുക്ക് തയ്ച്ച് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ചെയ്യാനായിട്ട് തോന്നുകയും ചെയ്യും. ചെയ്യുന്നതിന് ഫിനിഷിങ്ങും വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് നല്ല നല്ല യൂട്യൂബ് ചാനലിലൊക്കെ ഉള്ള ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ടൈലറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയ പണിയൊന്നുമല്ല. നമുക്ക് സ്റ്റിച്ചിങ് പഠിച്ചെടുക്കാൻ പറ്റുന്ന തന്നെയാണ് ടൈലറിങ്. അപ്പോൾ ഇതുപോലത്തെ തുണികളൊക്കെ മേടിച്ച് തുന്നാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാവരും. നല്ല റേറ്റ് കുറവിൻ്റെ ഇതുപോലത്തെ നല്ല ടോപ്പുകളൊക്കെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് തുന്നിയിടാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയൊരു കാര്യമല്ലേ. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഇതുപോലെ ടൈലറിങ് പഠിക്കാതെ തന്നെ നമുക്ക് തുന്നാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ഇതുപോലെ തന്നെ നെക്കായാലും നമ്മൾ കഴുത്ത് നമുക്ക് പല ഡിസൈനായിട്ട് നമുക്ക് വെട്ടാം. ഇപ്പോൾ റൗണ്ട് കഴുത്ത് തന്നെ വെട്ടണമെന്നില്ല. റൗണ്ട് നമുക്ക് സിമ്പിളായിട്ട് വെട്ടാൻ പറ്റുന്നൊരു കഴുത്താണ്. പല ഡിസൈനും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്ലൗസിനായാലും ഇതുപോലത്തെ ടോപ്പുകൾക്കായാലും നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള കഴുത്തുകളൊക്കെ കൊടുക്കാം. അപ്പം നമ്മൾ മിക്ക ടോപ്പുകളും തയ്ച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ പണികളൊക്കെ ഒന്ന് നിർത്തി വെച്ചിട്ട് ഞാൻ വിചാരിച്ചു അടുക്കളയ്ക്കൊക്കെ ഒന്ന് പോവാം. അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. ഉച്ചയായി തുടങ്ങിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കഞ്ഞി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്ലിറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചൊന്ന് അകത്ത് പോയതാണ്. അപ്പോൾ കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. കഞ്ഞിയുടെ ഒപ്പം നമുക്ക് കറിയായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടപ്പം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചേമ്പിൻ്റെ കട വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചേമ്പിൻ്റെ കട ഉപ്പേരി കഴിക്കാനായിട്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം സമയമായി. അങ്ങനെ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഒന്ന് സപ്പോർട്ട്